ഗായ്സ്, അപ്പോൾ മലക്കപ്പാറ എത്തിയിട്ടുണ്ട്. മലക്കപ്പാറ എത്തിയപ്പോൾ തന്നെ വ്യൂ ആകെ ചേഞ്ചായി. നമ്മൾ വേറെ ഏതോ ലോകത്തെത്തിയ ഒരു ഫീലാണ് ബൈക്ക് ഓടിക്കുമ്പോൾ. നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, ഇതിപ്പോൾ വേറെ ഏതോ ലോകത്തേക്ക് നമ്മൾ പെട്ടെന്ന് എത്തിയൊരു ഫീലാണ്. പെട്ടെന്ന് നമ്മൾ ഫോറസ്റ്റിൽ നിന്ന് ഈ ഒരു വ്യൂയിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ ചെക്ക് പോസ്റ്റ് എത്തിയില്ല. ചെക്ക് പോസ്റ്റ് കടന്നിട്ടുള്ള വ്യൂ നമുക്ക് അടുത്തായിട്ട് കാണാം. ഓക്കെ, നമ്മളങ്ങനെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ഷോളയാർ ഡാമിൻ്റെ സ്പോട്ടിലെത്തി. നല്ല വെയിലുണ്ട്, അത് കാരണം ഇവിടെ ഇറങ്ങണല്ലേ. നല്ല ക്രൗഡുമാണ്. നമുക്ക് കുറച്ച് തണൽ, ഒരു മഴ കോടൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു വാൽപ്പാറ എത്തുമ്പോഴേക്കും. അപ്പോൾ അവിടെ ഇറങ്ങാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങണില്ല. ഒന്നാമത് ഡാമിൽ തീരെ വെള്ളമില്ല. അപ്പോൾ നമ്മൾ നേരെ ഇനി വാൽപ്പാറ വിടാണ്. പോണ വഴിയിൽ ഫുഡ് ഇതുവരെ കഴിച്ചില്ല. അപ്പോൾ പോണ വഴിയിൽ എന്തെങ്കിലും നല്ല സ്പോട്ട് ഉണ്ടെങ്കിൽ നൈസായിട്ട് ഫുഡൊന്ന് കഴിക്കണം. നല്ല നല്ല സ്പോട്ട് കാണുമ്പോൾ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് പോവാം. ഇന്നെന്താണോ ക്ലൈമറ്റ്, എപ്പോൾ വന്നാലും നല്ല മഴയും കോടയൊക്കെ കിട്ടുന്നതാണ്. അപ്പം ഇതുവരെ ആയിട്ട് മഴയും കോടയും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ വണ്ടി ഓടിക്കുമ്പോൾ അത്ര ചൂട് ഫീൽ ചെയ്യണില്ല. ഈ വഴിയിലത്തെ വിഷ്വലൊക്കെ അടിപൊളിയാട്ടോ. എൻ്റെ മോനെ, എന്താ വ്യൂ! ഈ രണ്ട് സൈഡും ഹെവൻ. ഇത്ര നേരം വണ്ടി ഓടിച്ചത് മുതലായി. എന്നിട്ടാ വിഷ്വല്! ഓ, നിങ്ങൾക്ക് ക്യാമറയിൽ എത്ര കാണുന്ന അറിയാൻ പറ്റില്ല, പക്ഷെ വേറെ മൂഡാണ് ഇവിടെ. ഓ, രണ്ട് സൈഡും ഹെവി. ഗായ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമയം ഫ്രീ ആകുമോ ഈ വഴി ഒന്ന് ഇറങ്ങാൻ നോക്കുക മാക്സിമം. ഒരു രക്ഷയില്ലാത്ത വൈബ് സ്ഥലം. ഇവിടെയൊക്കെ വരുമ്പോൾ എന്തായാലും സൈഡിലിറങ്ങി 5-6 പിക്ക് എടുക്കാണ്ട് നിങ്ങൾ ആരും പോകരുത് കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ്. ബാക്കിൽ കണ്ട വ്യൂ, സീൻ വ്യൂ, എന്താ ലുക്ക്! ആഹാ, ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം നമ്മൾ നേരെ വെച്ച് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വാൽപ്പാറ എത്തിയിട്ട് ഫുഡ് കഴിക്കണം. അവിടെ അങ്ങനെ അധികം നല്ല ഹോട്ടൽസ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ മുന്നേ വന്നപ്പോൾ കഴിച്ചൊരു ഹോട്ടലുണ്ട്, അപ്പോൾ അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. പോകുന്ന വഴിയിലെ വിഷ്വലൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. വൺ സീൻ വിഷ്വൽസാണ്. ഇന്ന് കോടയും മഴയൊന്നും ഇല്ലാത്ത കാരണം സ്കൈയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫീലാണ്. ഈ ഒരു ക്ലൈമറ്റിൽ ഞാൻ പലവട്ടം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ലൈമറ്റ് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. ഇത്ര ഫുൾ ക്ലീനായിട്ട് നല്ല വൈബ്രൻറ്റ് കളേഴ്സിൽ വഴികൾ രണ്ട് സൈഡും നല്ല വൈബ്രൻ്റ് ആയിട്ട് നിൽക്കണ കാരണം തന്നെ വണ്ടി ഓടിക്കുമ്പോൾ നല്ലൊരു ഫീലാണ്.
ഉറങ്ങിയതാ. ഈ സീൻ കണ്ടോ നിങ്ങൾ? ഈ വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ പഴയ വിൻഡോസ് എക്സ്പിയുടെ ഒരു വാൾപേപ്പറില്ലേ, ആ ഒരു ലുക്കാണ് എനിക്ക് തോന്നിയത് ഫസ്റ്റ് കണ്ടപ്പോൾ. ആ ഒരു സ്കൈയും ആ ഒരു പച്ചപ്പും ആ ഒരു വിഷ്വലിൻ്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഇതിലെ വണ്ടി ഓടിക്കുമ്പോൾ. ആദ്യം മനസ്സിൽ വന്നത് വാൾപേപ്പറാണ്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. വാൽപ്പാറ മലക്കപ്പാറൊക്കെ വരുമ്പോൾ ഇ പാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇ പാസിൽ സ്റ്റേയുടെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസൊക്കെ കാണിക്കാൻ ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മൾ വരണതും റിട്ടേണും സെയിം ഡേറ്റ് ആക്കാം. അപ്പോൾ പിന്നെ പ്രോപ്പർട്ടി അങ്ങനത്തെ ഡീറ്റെയിൽസ് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സിംഗിൾ ഡേ വിസിറ്റ് ചെയ്യണവർക്ക് ആ വരണ ഡേറ്റും പോണ ഡേറ്റും സെയിം ആക്കി കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇ പാസ് ഈസി ആയിട്ട് എടുക്കാം. അതൊന്ന് മൈൻഡിൽ വെച്ചേക്ക്. നമ്മളങ്ങനെ വാൽപ്പാറയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തില്ല, എല്ലാവരും നല്ല ടയർഡായിരുന്നു. വേഗം കിട്ടിയപ്പോൾ എല്ലാം കഴിച്ചു. അതുകൊണ്ട് കഴിച്ചിറങ്ങി. ഇനിയിപ്പോൾ ഇതുവരെ നമുക്ക് കുട കിട്ടിയിട്ടില്ല. വാൽപ്പാറ ഹെയർ പിൻ ഇറങ്ങണേക്കാൾ മുമ്പ് കുട കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. നമുക്ക് നോക്കാം. അങ്ങനെ കോട കിടച്ചാച്ച്. അങ്ങനെ ഫൈനലി കോട കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഈവനിങ് ടൈമിൽ കോട കിട്ടാണ്ട് പോയതൊരു വിഷമം തന്നെ. അപ്പം കോട നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കോടയിലൂടെയാണ് ഇപ്പോഴത്തെ സഞ്ചരിക്കുന്നത്. കോട കിട്ടാത്ത കാരണം എല്ലാവർക്കും ഒരു വിഷമമായിരുന്നു. കോട കിട്ടിയില്ലല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ആ വിഷമം മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പ്ലാൻ ഹെയർ പിന്നെല്ലാം ഇറങ്ങണം. ഈവനിങ് ആയി. ഹെയർ പിന്നിൽ ഇരുട്ട് ആവണകൾ മുന്നേ ഇറങ്ങണം എന്നായിരുന്നു. ഇനിയിപ്പോൾ ഇറങ്ങി വരുമ്പോഴേക്കും ലാസ്റ്റ് എന്തായാലും ഇരുട്ടാവും. ഹെയർ പിന്നിറങ്ങി ഒന്ന് റീഫ്രഷ് ആയിട്ട് നേരെ ഇറങ്ങി പൊള്ളാച്ചി പിടിക്കണം. പൊള്ളാച്ചിയിൽ നേരെ പാലക്കാട് തൃശ്ശൂർ. ഈവനിങ് ഈ വഴിയിലൂടെ വണ്ടി ഓടിക്കാൻ വേറൊരു ഫീലാട്ടാ. നമുക്ക് എത്ര എട്ടം വന്നാലും ഒരു മടുപ്പ് തോന്നില്ല. എപ്പോഴും ഓരോ വട്ടം വരുമ്പോഴും ഓരോ ഫീലാണ് വഴിക്ക്. രണ്ട് സൈഡിലും ഓരോ കളർ ചേഞ്ചാണ് ഓരോ സീസണിൽ. നല്ല റോഡായതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഓടിക്കാനൊരു ഒട്ടും ലാഗില്ല, ഒട്ടും മടുപ്പില്ല, ഒന്നും അത്ര അടിപൊളിയായിട്ട് നമുക്ക് വണ്ടി ഓടിച്ച് പോകും. തമിഴ്നാട് റോഡുകളൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്യാവശ്യം അടിപൊളി റോഡുകളാണ്.
അങ്ങനെ നമ്മൾ കുതിരാനിപ്പോൾ റീച്ചായിട്ടുണ്ട്. എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ഹോം പിടിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എന്തായാലും വേണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ. അടുത്തൊരു വീഡിയോയിൽ കാണാം.